ഹായ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സൂചി ഗോതമ്പ് വെച്ചിട്ട് ഒരു അപ്പാണ് കേട്ടോ റെഡിയാക്കാൻ പോണ. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാൻ തന്നെ ഉണ്ടാക്കാം. അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അര കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. സൂചി ഗോതമ്പ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തേക്കണത് നല്ല നൈസായിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ടൈപ്പിലുള്ളതും ഉണ്ട്, കുറച്ച് തരിയോടുകൂടി വലിയ വലിയ തരിയായിട്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് നൈസായിട്ടുള്ള സൂചി ഗോതമ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ തിളച്ച വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം. കുറച്ച് വലിപ്പമുള്ള സൂചി ഗോതമ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ തിളച്ച വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തിളച്ച വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തി വെച്ച സൂചി ഗോതമ്പാണ് കേട്ടോ. ഇത് മാറ്റി വെക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഏത് കപ്പിലാണോ സൂചി ഗോതമ്പ് എടുത്ത് അതേ അളവ് ചെറിയ നാളികേരം എടുക്കണം കേട്ടോ. നാളികേരം നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. നാളികേരം നല്ല ബ്രൗൺ കളറായി. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഗ്രേറ്റ് ചെയ്തത്, കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കണ്ടേ. ഒന്ന് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഇതിലേക്ക് കുറച്ച് ചെറി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് വെക്കാം. നാളികേരത്തിൻ്റെ മിക്സ് തണുക്കുമ്പോഴേക്കും നമുക്ക് സൂചി ഗോതമ്പ് അരച്ചെടുക്കാം. 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഏത് കപ്പിലാണോ സൂചി ഗോതമ്പ് എടുത്ത് അതേ കപ്പിൽ പഞ്ചസാര എടുക്കാം. അരയ്ക്കാനായിട്ട് പാലാണ് യൂസ് ചെയ്യേണ്ടത്. 1/4 കപ്പ് പാല് ചേർത്ത് ഫസ്റ്റ് അരച്ചെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരും. അരച്ച മിക്സ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ മാവിൻ്റെ പാകം. 1/4 കപ്പ് പാലേ വേണ്ടി വന്നിട്ടുള്ളൂ, പിന്നെ ഞാൻ ചേർത്തിട്ടില്ല. ഈ മിക്സ് വെള്ളത്തിൽ നമുക്ക് അരയ്ക്കാട്ടോ. പക്ഷെ വെള്ളത്തിൽ അരയ്ക്കുമ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല. പാലിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഏതിലാണോ അപ്പം റെഡിയാക്കി എടുക്കാൻ പോണേ അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനത്തെ 5 കുഞ്ഞി പാത്രമാണ് എടുത്തേക്കണേ. അതിൽ നെയ്യ് പറ്റി അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കഷ്ണം ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇലയ്ക്ക് പകരം ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ബട്ടർ പേപ്പറും ഇലയില്ലാണ്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഒഴിക്കുമ്പോൾ 1/4 ഭാഗം ഒഴിച്ചാൽ മതി. എല്ലാറ്റിലും ബാറ്റർ ഒഴിച്ചു കൊടുത്തു. സ്റ്റീം ചെയ്യാനായിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കണം. അപ്പം വേവിക്കാൻ വെച്ചിട്ട് 20 മിനിറ്റായി. നമുക്ക് തുറക്കാം. വെന്തുണ്ടോ എന്ന് നോക്കാട്ടോ. വെന്തുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം തണുത്തുണ്ട്. നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം. ഫസ്റ്റ് എല്ലാം എടുത്തൊന്ന് പുറത്ത് വയ്ക്കാം. നമ്മൾ നെയ്യ് പറ്റിയ കാരണം ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ. നല്ല സോഫ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.